ശരിയാണ്, ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമേറിയ ഒരു അവസ്ഥ തന്നെയാണ്. പക്ഷേ പലപ്പോഴും നമുക്ക് തോന്നാറുള്ള ഈ ചെറിയ ചെറിയ മടുപ്പുകളെ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ വഴികൾ ഉണ്ടായിരിക്കില്ലേ? നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് ചിലപ്പോൾ ചിലർ പാട്ട് കേൾക്കുന്ന ആളുകളുണ്ടായിരിക്കും, അതും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റീൽസ് ആണെങ്കിലും അല്ലെങ്കിൽ പല വീഡിയോസ് ആണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ആ സമയത്ത് കേൾക്കുന്ന സോങ് അല്ലെങ്കിൽ ആ സമയത്ത് കാണുന്ന റീൽസ് എന്തായാലും നിങ്ങളുടെ ഡിപ്രഷൻ സ്റ്റേജ് എന്താണോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കയറി വരുന്നത്. പക്ഷേ അവിടെയും നിങ്ങൾക്ക് ആ ഡിപ്രഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ആ വിഷമത്തിൽ നിന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. വീണ്ടും വീണ്ടും ആ ഓർമ്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നല്ലാതെ അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ആ മെമ്മറി ഒന്ന് റിഫ്രഷ് ആകാനോ നിങ്ങൾക്ക് സാധിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷമം ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം സാറ്റിസ്ഫാക്ഷൻ എന്നൊരു കാര്യം. ആ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ജോലി ചെയ്ത് തീരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റൂം ക്ലീൻ ചെയ്യാനായിരിക്കും. നമ്മുടെ റൂം വൃത്തിയായിട്ട് കിടക്കുന്നുണ്ട്, അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ജോലി ഫുൾഫിൽ ചെയ്തു എന്ന് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. അത് കയറി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നേരത്തെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഡിപ്രഷന്റെ സ്റ്റേജിൽ നിന്ന് പതുക്കെ വിട്ടുപോരാൻ നിങ്ങൾക്ക് സാധിക്കും. അതിപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എത്ര ജോലിയാണ് നിങ്ങളുടെ മുമ്പിൽ ചെറിയ ചെറിയ ജോലികൾ മുമ്പിൽ എത്തുന്നത് അതെല്ലാം ചെയ്ത് തീർക്കുക. അതിന്റെ മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ അത് ചെയ്ത് തീർക്കുക. നാളെ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റ, സീ യു, ബൈ.